നമ്മൾ കഴിഞ്ഞ ആയത്തിൽ, അതായത് 41-ാമത്തെ ആയത്തിൽ പറഞ്ഞൊരു വിഷയം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് ആരാധനകളിലും, രാഷ്ട്രീയ ജീവിതത്തിലും, സാമൂഹിക ജീവിതത്തിലും, സാമ്പത്തിക ജീവിതത്തിലും, ക്രിമിനലും സിവിലുമായ സകല രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ വിധികൾക്ക് കീഴ്പ്പെടാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെയാണ് യുസാരിഊന ഫിൽ കുഫ്ർ എന്ന് പറഞ്ഞ്. അവർ മുസ്ലിമീങ്ങൾ എന്ന പേരിലോ വേദക്കാരി എന്ന പേരിലോ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. അവർ അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനവും കൊണ്ട് താങ്കൾക്ക് പോലും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പതനത്തിലേക്കാണ്, ഒരു കുഴപ്പത്തിലേക്കാണ് അവർ പോയി പെട്ടിരിക്കുന്നത്. അവരെ രക്ഷിക്കാൻ കഴിയുക ഇനി അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യമോ അള്ളാഹു കരുതിക്കൂട്ടി, അവർ അങ്ങനെ ഇച്ഛിക്കാതെ, അവർ അങ്ങനെ ആഗ്രഹിക്കാതെ അള്ളാഹു കരുതിക്കൂട്ടി ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിലില്ല. അതിനെക്കുറിച്ച് അവർക്ക് പിന്നെ ഇനി കിട്ടാൻ പോകുന്നത് ദുന്യാവിലെ നിന്ദ്യതയാണ്. ദുന്യാവിലെ നിന്ദ്യത എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി കിടന്ന് മരിക്കുന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. പരലോകത്ത് ശിക്ഷയും, അതാണ് ഇനി അവരെ കാത്തിരിക്കുന്നത്. ഇനി ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ചാണ്. അവരിലുണ്ടായിരുന്ന ജുഡീഷ്യറിയെ പ്രത്യേകം ഉദ്ദേശിച്ചാണ്. അതാണ് സമ്മാഊന ലിൽ കദിബി. അവർ കേൾക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുന്നു, പഠിക്കുന്നു, വിശകലനം ചെയ്യുന്നു. ആര്? ഈ യഹൂദ, ഈ വേദക്കാരായ ഈ വിഭാഗം. എന്തിനാണ് അവർ പഠിക്കുന്നത്? കദിബ്, കളവിന് വേണ്ടിയാണ്. അതായത് കള്ളത്തരം ചെയ്യാൻ വേണ്ടി നല്ല അധ്വാനിക്കണം, അത് കൃത്യമായി കൊണ്ടു നടക്കണമെങ്കിൽ. അപ്പോൾ അതിനു വേണ്ടി അവർ നന്നായി പഠിക്കുന്നു, നന്നായി കേൾക്കുന്നു, നന്നായി വിശകലനം ചെയ്യുന്നു. എന്നിട്ടോ അക്കാലൂന എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് നമ്മൾ തിന്നുക എന്ന് പറയുന്നത് പോലെ ധൂർത്തടിച്ച് ജീവിക്കുക. ലിസ്സുഹത്ത്, വ്യാജം, അതായത് നിഷിദ്ധമായ ധനത്തിൻ്റെ, നിഷിദ്ധമായ രീതിയിൽ ഉണ്ടാക്കുന്ന ധനത്തിന്, ആ സംഭവത്തിനാണ് ഈ സുഹത്ത് എന്ന് പറയാം. അതായത് നിഷിദ്ധമായ രൂപത്തിൽ ഉണ്ടാക്കി വാരി വലിച്ച് അത് ധൂർത്തടിച്ച് തിന്നുന്നു, അതാണ് സംഭവം. അപ്പോൾ അവരെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അതായത് അവരുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ആ മട്ടത്തിലായിരുന്നു. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ജുഡീഷ്യറിയുടെ അവസ്ഥ അന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ജുഡീഷ്യറി ഇപ്പോൾ എങ്ങനെ എത്തി നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ റിട്ടയർഡ് ചെയ്താൽ പിന്നെ പെട്ടെന്ന് അവർ എത്തിപ്പെടുന്നത് എവിടെയാണ്, എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അതിൻ്റെ പേരിൽ നേടിയെടുക്കുന്നത്, അതൊക്കെ വല്ലാതെ ഇവരിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ജുഡീഷ്യറിയെ കുറിച്ചിട്ട് ഇത് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ മദീനയിലെ ആ കാലത്തെ യഹൂദർ എന്ന് പറയുന്നത് അവർ ഇസ്ലാമിക രാജ്യത്തിൻ്റെ പൗരന്മാരായിരുന്നില്ല. അവർ മുആഹിദുകൾ എന്നാണ് പറയുക. അതായത് അവരുടെ സഖ്യകക്ഷികളാണ്, മുസ്ലിമീങ്ങളുടെ സഖ്യകക്ഷികളാണ്, പൗരന്മാരല്ല. അപ്പോൾ അവരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ജുഡീഷ്യൽ സംവിധാനമൊക്കെ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. വേണമെങ്കിൽ അവർക്ക് റസൂലിൻ്റെ കോർട്ടിലേക്ക് അവർ തീരുമാനിക്കുകയാണെങ്കിൽ വരാം, അങ്ങനത്തെ കൂട്ടരാ. അവരുടെ മുആഹിദുകൾ എന്നാണ് ഇതിൻ്റെ സാങ്കേതിക ഭാഷയിൽ വരാം, കരാറുള്ള കക്ഷികൾ. വേറൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ദിമ്മികളാണ്. ദിമ്മികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. അവർക്ക് അവരുടെ നിയമമനുസരിച്ച്, അവരുടെ സിവിൽ നിയമങ്ങൾ പോലത്തെ കാര്യങ്ങൾ അതനുസരിച്ച് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ നമുക്കുള്ളതുപോലെ സിവിൽ നിയമങ്ങൾ നമ്മുടേതനുസരിച്ചും ക്രിമിനൽ നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെ നിയമമനുസരിച്ചും അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന്. അപ്പോൾ അതിലൊരു വിഭാഗം ഫഇൻജാഊക, അവർ നിൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, അതായത് വിധി തേടിയിട്ട് ഏതെങ്കിലും കേസിൽ ഈ യഹൂദർ അല്ലെങ്കിൽ വേദക്കാർ വിധി തേടി നിൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, അപ്പോൾ നീ ചെയ്യേണ്ടത് ഫഹ്കും ബൈനഹും, അവർക്ക് വേണ്ടി നിനക്ക് വേണമെങ്കിൽ വിധിക്കാം, അത് വേണമെങ്കിൽ വിധിക്കാം. ഔ അരിദ് അൻഹും, അല്ലെങ്കിൽ അവരെ അവഗണിക്കാം, വിധിക്കുകയും വിധിക്കാതിരിക്കുകയും ചെയ്യാം. അതായത് വിധി ഏറ്റെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വ ഇൻ തുഅരിദ് അൻഹും, അവരെ നീ അവഗണിക്കുകയാണെങ്കിൽ, അതായത് അവരുടെ കേസ് ഏറ്റെടുക്കാതെ അവരെ വിടുകയാണെങ്കിൽ,
ഫലൻ യളുറൂക ഷൈഅ, നിനക്ക് ഒരു പ്രയാസവും അവർ ഉണ്ടാക്കുകയില്ല എന്നാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടാവും, ആ കേസ് എടുത്തില്ലെങ്കിൽ അവർ എതിരായിട്ട് പ്രചരണം നടത്തുമെന്നോ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ആശങ്കയുണ്ടാകും. അതിനെ അള്ളാഹു അവിടെ ഉറപ്പ് കൊടുക്കുകയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇൻ ഹക്കംത, നീ വിധിക്കുകയാണെങ്കിൽ, നീ അവർക്ക് വിധി കൊടുക്കുകയാണെങ്കിൽ, ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീതിയോടെ തന്നെ വിധിക്കണം. അതായത് വേദത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് തന്നെ വിധിക്കണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ അവരുടെ നിയമത്തിനനുസരിച്ചോ അല്ല വിധിക്കേണ്ടത്. അവരുടെ നിയമം, ഈ നിയമം അതിലുണ്ടെങ്കിൽ അതനുസരിച്ച് വിധിക്കാം, അതല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട്, റസൂലിനെ എന്താണോ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് വിധിക്കേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു ഈ ഖിസ്തിൻ്റെ ആളുകളെ, അതായത് നീതിയുടെ ആളുകളെ, ഖിസ്ത് അദിൽ എന്നൊക്കെ നീതി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ, ഖിസ്ത് എന്ന് പറയുമ്പോൾ കുറേ വ്യാപകമായ ആശയങ്ങളുള്ളതാണ് ഖിസ്ത്. നീതി എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യവഹാരത്തിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചിലപ്പോൾ നിൽക്കും. പക്ഷേ ഖിസ്ത് അത് അങ്ങനെയല്ല. അപ്പോൾ ഖിസ്തിൻ്റെ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് ഇതിനെ സംബന്ധിച്ച് ഇനി ചില സംഭവങ്ങളുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റാഷിയ വൽ മുർത്തഷിയ വർ-റായിഷ, അതായത് കൈക്കൂലി കൊടുക്കുന്നവനെ, വാങ്ങുന്നവനെ, അതിൻ്റെ ഇടനില നിൽക്കുന്നവരെ ഒക്കെ അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ഈ റായിഷ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ. ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്ന ഒരാൾ, ഇപ്പം നമുക്ക് അർഹമായിട്ടുള്ള ഒരു സംഭവത്തിന് ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുക, അതിനെ നമ്മൾ ഫാസിക്ക് എന്ന് പറയുകയാണ്. അയാൾ ഒരു ഫാസിക്കാണ്. അന്യായമായ കാര്യത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്നവൻ, എനിക്ക് അതിന് അർഹതയില്ല പക്ഷേ എനിക്ക് അത് കൈക്കൂലി മേടിച്ച് തരുന്നവൻ, അയാൾ ഫാസിക്കുമാണ്, വാലിമുമാണ്. അതായത് ക്രമത്തെ ആകെ തകിടം മറിക്കാം. അപ്പോൾ എനിക്ക് അർഹതയുള്ളൊരു സാധനം മേടിക്കുമ്പോൾ, അയാൾ കൈക്കൂലി മേടിക്കുമ്പോൾ അയാൾക്ക് കുറച്ച് കാശ് കിട്ടിയെന്നുള്ളൂ, ക്രമത്തിന് പ്രശ്നമൊന്നും വരുന്നില്ല, അയാൾ കാശ് മേടിച്ച് അയാൾ ഇതായിരുന്നുള്ളൂ. പക്ഷേ അർഹതയില്ലാത്തൊരു സംഭവം നമുക്ക് തരുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം അത് മൊത്തം സിസ്റ്റത്തെ അത് ബാധിക്കും. ഇപ്പം എനിക്ക് അർഹതയില്ലാത്തൊരു സാധനം കിട്ടുമ്പോൾ അർഹതയുള്ള വേറൊരാൾക്കത് നിഷേധിക്കപ്പെട്ടു എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ സ്വാധീനമൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും പോകും. അതായത് എനിക്ക് അർഹതയില്ലാത്തൊരു സാധനം കിട്ടുമ്പോൾ അർഹതയുള്ള ഒരാൾക്ക് അത് നിഷേധിക്കും. അപ്പോൾ അതാണ് അവിടെയൊക്കെ ഖിസ്താണ് വരിക. കണ്ട, അത് വ്യാപകമാണ് ആ സംഭവം. തനിക്കെതിരെ ഉണ്ടാകുന്ന അക്രമത്തിൽ നിന്നും അന്യായത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കാതെ അതിനോട് പൊരുതുകയാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. കൈക്കൂലി കൊടുക്കല്ലാതെ യാതൊരു മാർഗവുമില്ലാത്ത ഘട്ടത്തിൽ മാത്രം അത് ഹറാമല്ലെന്നും വാങ്ങുന്നത് മാത്രമേ ഹറാമാവുകയുള്ളൂ എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനം അബിസീനിയയിൽ വെച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത്തരമൊരു സാഹചര്യത്തിൽ കൈക്കൂലി നൽകിയതായും അത്തരം സന്ദർഭങ്ങളിൽ വാങ്ങുന്നത് മാത്രമേ ഹറാമാവുകയുള്ളൂ എന്ന് പ്രസ്താവിച്ചതായിട്ടും റിപ്പോർട്ട് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ മദീനയുടെ പരിസരത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. അവരുടെ അന്നത്തെ നീതിന്യായ സംവിധാനം മുഴുവനും അഴിമതിയാലും കൈക്കൂലിയാലും നിറഞ്ഞിരുന്നു. അവരുടെ ഖാദിമാരും പുരോഹിതന്മാരുമൊക്കെ വ്യാജവിധികളെയും ഫത്വകളുടെയും ആശാമാരായിരുന്നു. അതാണ് അവരുടെ സംഭവം. എന്നാൽ അവർ ഈ റസൂലിൻ്റെ അടുത്തേക്ക് വന്നതെന്തിനായിരുന്നു ചോദിച്ചാൽ, അവരുടെ ശരീഅത്തിൽ കടുത്ത ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ, ചില കേസുകൾ, ആ കേസ് റസൂലിൻ്റെ കോടതിയിൽ വന്നാൽ വല്ല ഇളവും കിട്ടുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഇത്. എന്നാൽ റസൂല് കൊടുക്കുന്ന വിധി അവർക്ക് അനുകൂലമായിട്ട് അവർക്ക് തോന്നിയില്ലെങ്കിൽ അവരത് തള്ളിക്കളയും. അവരുടെ ശരീഅത്തിനേക്കാൾ കുറച്ചതാണെച്ചെങ്കിൽ അവർ അംഗീകരിക്കും. അതാണ് അവരുടെ അതിൽ തന്ത്രം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവർ വന്നാൽ അവരെ വേണമെങ്കിൽ ആ കേസ് ഏറ്റെടുക്കാം, അത് യുക്തിപരമായിട്ടൊക്കെ റസൂലിന് തീരുമാനിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്.
ഇതിൽ നിന്ന് ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്ന്, ഇസ്ലാമിക കോടതികളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസുകൾ ഏറ്റെടുക്കാൻ ഇസ്ലാമിക കോടതിക്ക് നിയമപരമായി ബാധ്യതയില്ല. അതായത് മുആഹിദുകളായ കേസുകളൊന്നും ഇസ്ലാമിക കോടതിക്ക് ആ കേസ് ഏറ്റെടുക്കാൻ ബാധ്യതയില്ല. അധികാര പരിധിക്ക് പുറത്തുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്ന പക്ഷം കോടതിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കക്ഷികളുടെ താൽപ്പര്യമോ അവരുടെ വിശ്വാസ പ്രമാണമോ അനുസരിച്ചല്ല, അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാണ് കോടതി വിധി പറയേണ്ടത്. അധികാരമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് കേസുകൾ കൈകാര്യം ചെയ്യാൻ അനുവാദമുണ്ട്. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ മധ്യസ്ഥന്മാർ, കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിലും അനിസ്ലാമിക സമൂഹത്തിലാണെങ്കിലും മധ്യസ്ഥന്മാർ മുഖേനയും അനൗദ്യോഗിക വിധികർത്താക്കൾ മുഖേനയും ഉണ്ടാക്കുന്ന വിധികൾ സാധുവാണ്. അതായത് മധ്യസ്ഥന്മാരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വിധികൾ. കക്ഷികൾ നിയമിക്കുന്ന ഈ വിധികർത്താക്കൾ, മധ്യസ്ഥർ, കമ്മീഷൻ പോലത്തെ സംഭവങ്ങൾ അവർ വിധിക്കുന്ന വിധി അന്യായമല്ലെങ്കിൽ അംഗീകരിക്കാൻ നിയമപരമായും ധാർമ്മികമായും കക്ഷികൾ ബാധ്യസ്ഥരാണ്. മധ്യസ്ഥവും മറ്റേ ഈ അനൗദ്യോഗിക വിധികളൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങൾ സിവിൽ നിയമങ്ങളിൽ മാത്രമേ ബാധകമാവൂ. ക്രിമിനൽ നിയമങ്ങളിൽ ഭരണകൂടമോ ഔദ്യോഗിക കോടതികളോ തന്നെ അത് കൈകാര്യം ചെയ്യണം. ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട സഖ്യകക്ഷികൾ, അതായത് ഈ മുആഹിദൂൻ, ഇസ്ലാമിക കോടതിയുടെ പരിധിക്ക് പുറത്തുള്ളവരാണ്. അവരിതിൻ്റെ അകത്തുള്ളവരല്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിമീങ്ങളായ പൗരന്മാർ, അവരെയാണ് നമ്മൾ ദിമ്മികൾ എന്ന് പറയാം. അവർ പൗരന്മാരാണ്. അവർ കോടതിയുടെ, ഇസ്ലാമിക കോടതിയുടെ അധികാര പരിധിയിലാണ്. അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇപ്പോൾ സിവിൽ നിയമങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ അവരുടെ വിശ്വാസപരമായി അവർ സ്വയം ചെയ്യും. മറ്റ് കാര്യങ്ങളൊക്കെ, ക്രിമിനൽ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക കോടതിക്ക് കീഴിലാണ് വരിക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ അനൗദ്യോഗിക വിധികർത്താക്കളെ, അതപ്പോൾ നമ്മൾ മധ്യസ്ഥരൊക്കെ ആയിട്ട് നിയമിക്കുന്ന ഈ വിധികർത്താക്കളെ അതങ്ങനെ നിശ്ചയിക്കലൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്നാൽ അവരുടെ വിധികൾ സ്വീകരിക്കൽ നിർബന്ധമല്ല. അവരൊരു വിധി പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമല്ല. കാരണം അതിന് ഫത്വയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നാണ്. അത് അദ്ദേഹം പറയാൻ കാരണം വ്യക്തികൾക്ക് ഭരണകൂടത്തെക്കാളോ കോടതികളെക്കാളോ പ്രാധാന്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതാണ് അതിൻ്റെ അദ്ദേഹം പറഞ്ഞത്. വ്യക്തികൾ ഒരവസരത്തിലും, വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാണ് ഈ വിധി നൽകുന്നതിൻ്റെയൊക്കെ സംഭവങ്ങൾ. 43-ാമത്തെ ആയത്ത്, വ കൈഫ യുഹക്കിമൂനക, അവർ എങ്ങനെയാണ് നിന്നെ വിധികർത്താവാക്കുക. അതായത് അവർ റസൂലിനെ കുറിച്ച് എന്താ പറയുന്നത്? റസൂല് വ്യാജ പ്രവാചകനാണ് അല്ലേ? അവരുടെ അടുത്തൽ അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്ത തൗറാത്ത് ഉണ്ട്. ഈ തൗറാത്ത് ഉള്ളതോടുകൂടി തന്നെ തൗറാത്തിലെ വിധി അന്വേഷിക്കാതെ വ്യാജനെന്ന് അവരാരോപിക്കുന്ന ഈ റസൂലിൻ്റെ അടുക്കൽ എങ്ങനെ അവർ വരികയാണ്? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ളതിലും അവർക്ക് വിശ്വാസമില്ല, ഇപ്പുറത്തുള്ളതിലും വിശ്വാസമില്ല. അവർക്ക് ആകെ വിശ്വാസമുള്ളത് അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ്. ആ താല്പര്യങ്ങൾ എവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റുമോ അവിടേക്ക് അവർ ചെല്ലും. അതാണ് ആ ചോദിക്കുന്നത്. കൈഫ യുഹക്കിമൂനക, അവർ എങ്ങനെയാണ് നിന്നോട് വിധി തേടുക. വ ഇൻദഹുമു തൗറാത്തു, അവടുക്കൽ തൗറാത്തുണ്ടല്ലോ. ഫീഹാ ഹുക്കുമുല്ലാഹ്, അതിൽ അള്ളാഹുവിൻ്റെ വിധിയുമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിൻ്റെ അടുക്കൽ വരിക? സുമ്മ യതവല്ലൗന മിൻ ബഅദി ദാലിക, എന്നിട്ട് അവർ ഇഷ്ടപ്പെടാത്ത വിധികൾ നൽകുമ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് അവരൊക്കെ ചെയ്യുന്നത്. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിലും അവർക്ക് വിശ്വാസമില്ല. അവർക്കാകെ വിശ്വാസമുള്ളത് അവരുടെ ഈ താല്പര്യങ്ങൾക്ക് ളിൽ മാത്രമാണ്. ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ടൊരു സംഭവം പറയുന്നുണ്ട്. അതായത് ഖൈബറിലെ ഒരു കുലീന കുടുംബത്തിലെ, ഒരു യഹൂദ കുടുംബത്തിലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായി. അത് പിടിക്കപ്പെട്ടു. അതിനെക്കുറിച്ചിട്ടുള്ള ഈ തൗറാത്തിലെ വിധിയൊക്കെ നമ്മൾ ബൈബിളിൽ ഇപ്പോഴും നോക്കിയാൽ കാണും. ആവർത്തന പുസ്തകങ്ങൾ
അധ്യായം 22 വചനം 23, 24 നമ്മൾ ബൈബിളിൽ എടുത്ത് നോക്കിയാൽ ഇതിനെന്താ വിധി എന്നൊക്കെ എപ്പോഴും അതിൽ എടുക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. അവർക്ക് ഈ ബൈബിളിലെ ഈ തൗറാത്തിലെ ശിക്ഷ വിധിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ റസൂൽ അവരൊക്കെ കൂടി തീരുമാനിച്ചത് എന്താ വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിധികർത്താവാക്കാൻ തീരുമാനിച്ചു. അവർ തൗറാത്തിനേക്കാൾ എളുപ്പമുള്ള ഇളവുള്ള വല്ല വിധിയും കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ അത് അംഗീകരിക്കാം, അതല്ലെങ്കിൽ അംഗീകരിക്കേണ്ട. അതായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കക്ഷികൾക്ക് എറിഞ്ഞു കൊല്ലലാണ് വിധിച്ചത്. അവരത് അംഗീകരിച്ചില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിയമത്തിൽ ഇതിന് എന്താണ് ശിക്ഷ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ചമ്മട്ടി കൊണ്ടുള്ള അടി, പിന്നെ മുഖത്ത് കരി തേച്ചിട്ട് കഴുതപ്പുറത്ത് സവാരി ചെയ്യിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ശിക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പുരോഹിതന്മാരെ അഭിസംബോധന ചെയ്തിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് സത്യം ചെയ്ത് പറയാൻ പറ്റുമോ ഇത് തന്നെയാണ് ശിക്ഷ എന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ആണ്, അങ്ങനെ തന്നെയാണ് എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഇബ്നു സൂരിയയെ അഭിമുഖീകരിച്ച് റസൂൽ ചോദിക്കുക. അപ്പോൾ അതുവരെ അദ്ദേഹം ഉണ്ടാണ്ട് ഉത്തിരിക്കാണ് കേട്ടോ. നിങ്ങളെ ഫറോവയിൽ നിന്ന് രക്ഷിച്ച, തൂരി സീനായിൽ വെച്ച് നിങ്ങൾക്ക് ഈ വേദം നൽകിയ ആ അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് പറയാമോ ഇത് തന്നെയാണോ അതിൻ്റെ വിധിയെന്ന്? അപ്പോൾ അദ്ദേഹം അതുവരെ ഒന്നും ഉണ്ടാണ്ട് കൂത്തിരുന്ന അദ്ദേഹം പറയാം, ഇത്ര കടുത്ത സത്യം താങ്കൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സത്യം പറയില്ലായിരുന്നു. വ്യഭിചാരത്തിനുള്ള ശിക്ഷ തൗറാത്തിലും എറിഞ്ഞുകൊല്ലൽ തന്നെയാണ്. കാരണം ഇന്നത്തെ മാതിരി ഇന്ന് ബൈബിളൊന്നും പിടിക്കാനൊന്നും അന്ന് എല്ലായിടത്തും ബൈബിളൊന്നും ഉണ്ടാവില്ല, പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ അടുത്ത്, ഈ വലിയ വലിയ ആളുകളുടെ അടുത്ത് മാത്രമേ ഈ സാധനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ മറച്ചു വെച്ചാൽ അത് മറിഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സംഭവമാണ്. പക്ഷേ എന്നിട്ട് മൂപ്പരതിനെ വിശദീകരിക്കാം. പക്ഷെ ഞങ്ങളിൽ വ്യഭിചാരം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ സാധാരണക്കാരെ എറിഞ്ഞുകൊല്ലലും സമ്പന്നരെ ചെറിയ ശിക്ഷയൊക്കെ കൊടുത്ത് വിടലുമൊക്കെ തുടങ്ങി. അത് പിന്നീട് ജനങ്ങളിൽ പ്രശ്നമായപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ നിയമം തന്നെ മാറ്റി ഇപ്പോൾ ഉള്ളതുപോലെ ചില അടികളും പിന്നെ ഈ അപമാനിക്കലും മാത്രമാക്കി അതിനെ ചുരുക്കിയെന്നാണ്. റസൂലിൻ്റെ വിധി അവിടെ നടപ്പാക്കി. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇതൊന്നും അവരുടെ മാത്രം ഒരു പ്രശ്നമല്ല. എല്ലാ പ്രവാചക സമൂഹങ്ങളിലും ഇപ്പോൾ ഏറെക്കുറെ നമ്മളും ഒക്കെ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ക്രിമിനൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെക്കുക. നമ്മളെത്ര ആൾക്കാർ ശരിയാത്ത് കോടതിയിലെടുത്തേക്ക് പോകും? നമുക്ക് തോന്നുന്നുണ്ടോ പോകുന്നു? നമ്മൾ പോവില്ല. നമ്മൾ എളുപ്പമുള്ള ശിക്ഷയുള്ള മറ്റേ കോടതിയിലേക്കേ പോവുള്ളൂ. അത് നമ്മളിപ്പോൾ വിചാരിക്കും നമ്മളതൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഇതൊക്കെ ഈസിയാണ്. പക്ഷേ അങ്ങനെയല്ല. ബഹുഭൂരിപക്ഷം നമ്മുടെ ശുക്കൂർ വക്കീൽ എന്തുണ്ടായത്? അത് ക്രിമിനലൊന്നുമല്ലോ. സിവിൽ നിയമത്തിൽ ആ പെൺകുട്ടികൾക്ക് അവകാശം മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മൂപ്പര് വേറെ കല്യാണം കഴിച്ചില്ലേ? ഇതാണ് നമ്മളിലും സംഭവിക്കുക. ഇതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് ഇതൊന്നും ബാധകമല്ല, അതൊക്കെ പഴയ വേദക്കാർക്ക് മാത്രമാണെന്ന് വിചാരിച്ച് കുത്തിരിക്കല്ല. നമ്മളിൽ ഈ സംഭവങ്ങളൊക്കെ വന്നാൽ ഇപ്പം നമുക്ക് അതൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അങ്ങനെ തരാം. പണ്ടൊരാൾ പറഞ്ഞില്ലേ, 10 ലക്ഷം റുപ്യ കിട്ടിയെങ്കിൽ 5 ലക്ഷം റുപ്യ കടം ഒരാൾക്ക് കൊടുക്കായിരുന്നു. കിട്ടിയപ്പോഴാണ് പ്രശ്നമായതെന്ന്. കിട്ടിയപ്പോൾ പിന്നെ ഒക്കെ മൂപ്പരായി. കിട്ടുന്നതിൻ്റെ മുമ്പ് അങ്ങനെ പല സാധ്യതകളുണ്ട് എന്നതുമാതിരി നമുക്കും ഇപ്പം ഇങ്ങനെ സങ്കല്പത്തിൽ പല സാധ്യതകളുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ എത്ര ആളുകൾ ഈ അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ പിന്നിലുണ്ടാവും എന്ന് ചോദിച്ചാൽ വളരെ വളരെ തുച്ഛമേ ഉണ്ടാവുള്ളൂ. അതുതന്നെയാണ് എല്ലാ സമൂഹങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷേ വിശ്വാസമുള്ളവർ എന്ന് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന അവർക്കിത് വലിയ പ്രശ്നമാണ്. കാരണം അവർ ആ സമൂഹത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ടാണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ ഈ നേരത്തെ പറഞ്ഞ സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട വിധികളുണ്ടാക്കാൻ വേണ്ടി അവർ വേദങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ പേരിൽ വാരി വലിച്ചു കൂട്ടി നിഷിദ്ധങ്ങൾ ഭക്ഷിക്കുകയും. ഈ സുഹത്ത് എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം തന്നെ
പൊളിച്ചു കളയേണ്ട തൊലി എന്നാണ് ഇത്രേ. അതായത് നാശത്തിലേക്ക് അവനെയും സമൂഹത്തെയും ഒക്കെ എത്തിക്കുന്ന ആ സംഭവം. അതാണ് പ്രത്യേക വാക്കുകളൊക്കെ അള്ളാഹു ഈ സുഹത്ത് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. കിട്ടിയ സന്ദർഭം അതാണ് പറയുന്നത്, വമാ ഉലായിക്ക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളെ അല്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ കിട്ടിയ സന്ദർഭത്തിലൊക്കെ സുന്നത്തിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ ബിദ്അത്ത് കൊണ്ടുവരുന്നവരുടെ പേരെന്താ? അഹ്ലു സുന്ന വൽ ജമാഅ. സുന്നത്ത് എന്ന് പറയുന്ന പരിപാടിനെ തന്നെ അംഗീകരിക്കില്ല ഒരു വിഭാഗം. അവരുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. കണ്ട, അതായത് പേരുകളൊക്കെ ഭയങ്കര ഗംഭീരമായിരിക്കും, പക്ഷേ അള്ളാഹ് പറയുന്നത് അവർ മുഅ്മിനീങ്ങളെ അല്ല എന്നാണ്. അവർ മുഅ്മിനീങ്ങളെ അല്ല. അള്ളാഹു വിധിച്ചതുകൊണ്ട് ജീവിതം ക്രമീകരിക്കാത്തവർ, അത് വ്യക്തിജീവിതമായാലും സാമൂഹിക ജീവിതമായാലും സാമ്പത്തിക ജീവിതമായാലും ഇബാദത്തുകളായാലും എന്താണെങ്കിലും അങ്ങനെ ചെയ്യാത്തവർ മുഅ്മിനീങ്ങളെ അല്ല എന്നാണ്. ഇന്ന അൻസൽന തൗറാത്ത, ഈ തൗറാത്തിനെ അത് അവരോട് പറയാം, നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഈ വിധികളൊക്കെ ഉള്ള ഈ സംഭവം, ഈ തൗറാത്ത് ഞാൻ ഇറക്കിയത് തന്നെയാണ്. അതൊക്കെ ശരിയാണ്, ഞാൻ ഇറക്കിയത് തന്നെയാണ്. അതിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ എൻ്റെ നിയമങ്ങൾ തന്നെയാണ്. ഇന്ന അൻസൽന തൗറാത്ത, ഈ തൗറാത്തിനെ ഞാൻ നിശ്ചയമായും ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത്. ഫീഹ, ആ തൗറാത്തിൽ ഹുദയുണ്ട്, അതായത് സന്മാർഗമുണ്ട്. ഹുദ എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അത് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അതാണ് അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഹുദ, അതാണ് അതിൻ്റെ മാർഗദർശനം. പക്ഷെ മാർഗമുണ്ടായി എന്ന് വെച്ചുകൊണ്ട് മാത്രം എന്താവില്ല, നമ്മളത് കാണില്ല. അതിനെന്ത് വേണം? നൂറ് വേണം. നൂറ്, അത് കാണിക്കുന്ന ഒരു പ്രകാശം അത് വേണം. അതാണ് ശരീഅത്ത്. അതാ ശരീഅത്തിൻ്റെ വാഹകരാണ് ആര്? നബിമാർ. അതാണ് അവരെന്നെ സിറാജ മുനീറ എന്നൊക്കെ പറയുന്നത്. അവർ കാണിച്ചു തന്ന ആ റൂട്ടിൽ നമ്മൾ ആ ഹുദയെ പിൻപറ്റുമ്പോൾ മാത്രമേ ഈ ഹുദ നമുക്ക് കിട്ടാൻ പോകണുള്ളൂ. അതല്ലെങ്കിൽ ഹുദ അവിടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അത് കിട്ടില്ല. അത് രണ്ടും ഈ തൗറാത്തിലുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെന്തിനാ വേറെ നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് ചോദിക്കണത്. അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. അത് യഹ്കുമു ബിഹൻ നബിയൂന, നബിമാർ അതുകൊണ്ട് വിധിച്ചിരുന്നു. അതായത് മൂസ അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ആ തൗറാത്ത് വെച്ചിട്ടാണ് വിധികൾ നൽകിയിട്ടുള്ളത്. അല്ലദീന അസ്ലമു, അവർ അള്ളാഹുവിന് കീഴ്പ്പെട്ട ആ പ്രവാചകന്മാർ, അവരൊക്കെ മുസ്ലിമീങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിലരൊക്കെ അറിയാത്തതുപോലെ മുഹമ്മദ് റസൂലിൻ്റെ അനുയായികൾക്ക് റസൂൽ വെച്ച ഒരു പേരല്ല. അത് മുമ്പേയുള്ള അള്ളാഹുവിൻ്റെ തുടക്കം മുതലുള്ള ആദം നബി മുതൽ വിശ്വാസികൾക്ക് അള്ളാഹു വെച്ച പേരാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമൂൻ, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇന്ന ഇബ്രാഹീമ കാന ഹനീഫൻ മുസ്ലിമാണ്. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയൊക്കെ മക്കൾക്ക് കൊടുക്കുന്നതിൽ ഫലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് തവഫനി മുസ്ലിമൻ. ഇതൊക്കെയാണ്. അതൊക്കെ അതായത് അള്ളാഹു വെച്ച പേരാണ് മുസ്ലിം എന്നുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അവർ വിധിച്ചേർന്നത്? ലില്ലദീന ഹാദു. കണ്ടാ, അതാണ് ലില്ലദീന ഹാദു. ഈ യഹൂദരായി തീർന്ന ഈ ആളുകൾ ഇപ്പം യഹൂദരാണ്. അവർ ഇപ്പം മുസ്ലിമീങ്ങളല്ല. ഇപ്പം അവർ എന്ന് പറഞ്ഞാൽ വംശീയ വിഭാഗമായി. അതെന്താ ചോദിച്ചാൽ ഞങ്ങൾ വലിയ കൂട്ടരാണ്, ഞങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ മക്കളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ വംശീയമായ ആളുകളായി. അവർക്ക് വേണ്ടി മുമ്പേ ഈ റസൂലുമാരൊക്കെ വിധിച്ചിരുന്നു. നബിമാരൊക്കെ ഈ അള്ളാഹുവിൻ്റെ നിയമം വെച്ചിട്ടാണ് വിധിച്ചിരുന്നത്. വർ റബ്ബാനിയൂന, റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ അവരിലുള്ള റബബ എന്ന് പറഞ്ഞാൽ റബ്ബ്, വളർത്തുക. ആ സമൂഹത്തിനെ കൊണ്ടിരുന്ന അവരുടെ നബിമാർക്ക് ശേഷമുണ്ടായ ആ ഏറ്റെടുത്ത ആളുകൾ. വൽ അഹ്ബാർ എന്ന് പറഞ്ഞാൽ അവരുത്തെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ. നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഉമറാവും ഉലമാവും, ഇവരൊക്കെ ഇത് വച്ചിട്ടാണ് ഈ ജനങ്ങൾക്ക് വിധികൾ നൽകിയിരുന്നത്. ബിമസ്തുഹ്ഫിളു മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് അത് സംരക്ഷിച്ചിരുന്നു. അവർ സംരക്ഷിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വക്കാനു അലൈഹി ശുഹദാ,
അവർ തന്നെയും സ്വന്തം ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അവരുടെ സമസ്ത മേഖലകളിലും അവർ ഈ അള്ളാഹുവിൻ്റെ കിതാബിനെ പ്രാവർത്തികമാക്കിയിട്ടാണ്, അതിന് സ്വയം സാക്ഷികളായിട്ടാണ് അവർ അത് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ തന്നെ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുമോ? ഇപ്പം അത് സൂക്ഷിക്കണില്ലാത്ത കാരണം നമുക്കതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ചെയ്യണില്ല. നമ്മൾ പറയാൻ കാര്യം എളുപ്പമാണ്, ഒക്കെ നമ്മൾ എന്തും ആരോടും പറയാൻ ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷെ സ്വന്തം ചെയ്യാത്ത കാര്യങ്ങൾ ഉപദേശിക്കുന്നതിനേക്കാൾ വൃത്തികെട്ടൊരു പരിപാടിയില്ല. അത് മൊത്തം വെറുപ്പിക്കും. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിലൊരു കാപട്യം പുലർത്തി അത് മറ്റവരോട് പറയരുത്. അത് ഭയങ്കര വെറുപ്പുണ്ടാക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ മതത്തിൻ്റെ ആളുകളാണെന്നുള്ള ഒരു വേഷഭൂഷാദികളും കാര്യമൊക്കെ നമുക്ക് ഉണ്ടാകുക, എന്നിട്ട് നമ്മൾ ഓരോരുത്തരോട് കാര്യങ്ങൾ പറയാം. ഒരു 2 ദിവസമൊക്കെ നമ്മളുടെ കൂടെ നടന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ജീവിതത്തിൽ ഇത് സാധനം ഉണ്ടാകുന്നു. എപ്പോഴെങ്കിലും കാണാണെച്ചെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ. പക്ഷെ അങ്ങനെ കണ്ടാൽ പിന്നെ അതിനോളം വെറുപ്പുള്ള സാധനം ഉണ്ടാവില്ല. അതൊരു വലിയ സംഭവമാണ്. ഇപ്പം ഈ മൂസാ നബി അലൈഹിസ്സലാം ആ ഒരു ആദ്യത്തെ വഹയിൻ്റെ അവസരത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അതായത് എൻ്റെ ഈ വാക്ക് ജനങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, ഞാൻ ഇവിടുന്ന് പണ്ട് കൊലപാതകം നടത്തി പോയ ആളല്ലേ അല്ലേ, അയാൾ കുറച്ച് കാലം അവിടെയൊക്കെ പോയി ഇന്ന് കെട്ടിത്തിരിഞ്ഞിട്ട് ഏറുവാടിയിലൊക്കെ പോയി വന്നിട്ട് ഇവിടെ ഇപ്പോൾ റസൂലാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കണ്ട് മനസ്സിലാവണ്ടേ? ആളുകളൊന്നും അംഗീകരിക്കില്ല. അപ്പം അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. അതാണ് ആ യഫ്ഖഹു ഖൗലി. നമ്മൾ പിന്നെ അതിനെ വിക്കൊക്കാക്കി വ്യാഖ്യാനിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ജീവിതത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയെങ്കിലും നമ്മുടെ ആദ്യത്തെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നാണ്, എന്നിട്ട് പറയാം. അപ്പോൾ അതാണ് ശുഹദാ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആ സംഭവത്തിനെ മൊത്തത്തിൽ വെറുക്കും. ഈ ആളെ മാത്രമല്ല, ആ സിസ്റ്റത്തിനെ മൊത്തം വെറുക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെയൊക്കെ അവർ ശുഹദാ ആയ ആളുകളായിരുന്നു. അതുകൊണ്ട് ഇത് അവർക്ക് മാത്രം ബാധകമായ കാര്യമൊന്നുമല്ല. ഫലാ തഖ്ശൗ ഉന്നാസ, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്. അതായത് ഈ മുസ്ലിമീങ്ങൾ ഇനി ജനങ്ങളെ ഭയപ്പെടരുത്. ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നുള്ള പിന്തുണ കുറയുമെന്നോ അവരിനി നമ്മളെ പരിഗണിക്കില്ല എന്ന് വെച്ചിട്ടോ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അത് അനുഭവിക്കുന്ന ആളുകൾക്ക്. ഇപ്പോൾ അബൂ താലിബിൻ്റെ വലിയ പ്രശ്നം എന്തായിരുന്നു? ഇതന്നെയായിരുന്നു, ജനങ്ങളിനെ അംഗീകരിക്കില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂടെ നടക്കാനും ആളുകളും ശിഷ്യന്മാരും അതും മുരീദുകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിനൊപ്പിച്ച് പറയാനേ പിന്നെ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അതങ്ങ് പോവും. ഇപ്പോൾ എ പി അബൂബക്കർ ജേസ് തൗഹീദ് പറയാൻ തുടങ്ങിയ ഈ ആൾക്കാർ കൂടെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട? ഉണ്ടാവില്ല. അതല്ലേ ഇപ്പോൾ ഹെറോഡിനൊക്കെ ഇപ്പോൾ ചിലപ്പോൾ പറ്റണില്ലേ? അതാണ് സംഭവം. അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞു പോവുക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധികൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ചോദിച്ചാൽ അവരിഷ്ടപ്പെടും, അവർക്കത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടണം. വലാ തഷ്തറൂബി ആയാത്തി സമനം ഖലീല, എൻ്റെ ഈ ആയാത്തുകൾ, ഈ നിയമങ്ങൾ, ഈ കിതാബ്, ഇതൊക്കെ നിങ്ങൾ ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടി 10, 50, 60 വർഷം കിട്ടുന്ന ഒരു എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുന്ന ഒരു ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഭാവനയിൽ കാണുന്ന ഒരു ജീവിതത്തിന് വേണ്ടി അതിന് വേണ്ടി വിറ്റ് കളയരുത് എന്നാണ്. കാരണം അങ്ങനെ ഒരു ജീവിതം നമുക്ക് കിട്ടിയാൽ തന്നെ, ആയുസ് കിട്ടിയാൽ തന്നെ അത് എങ്ങനെയൊക്കെ ആവുകയെന്ന് ആർക്കറിയാം. ഈ കിട്ടുന്ന സംഭവങ്ങളെ കൊണ്ട് നമുക്ക് ദ്രോഹമാണോ ഉണ്ടാകുക, നല്ലതാണോ ഉണ്ടാകുക, ആർക്കറിയാം. അതിനു വേണ്ടി നമ്മൾ തുലക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ അതിലില്ലാത്ത ആനന്ദങ്ങളും സംഭവങ്ങളുമായ അറ്റമില്ലാത്ത ഒരു ജീവിതത്തെ നമ്മൾ കൊണ്ടുപോയി തുലക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആലോചിച്ചാൽ തന്നെ അറിയാം. കുറച്ച് സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിന് 3 ഇരട്ടി പ്രശ്നങ്ങളുമായിട്ടാണ് ആ സാധനം വരിക, അല്ലേ? അങ്ങനെ തന്നെ വരിക. നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും അതിൻ്റെ കണക്കിലെടുക്കില്ല. ആകെ അതിൻ്റെ ആസ്വാദനങ്ങൾ, സ്വപ്നത്തിൽ കാണുന്ന ചില ആസ്വാദനങ്ങൾ മാത്രം കണക്കിലെടുക്കുന്നു. അതും മിക്കവാറും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും ആവില്ല, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാൻ വീട് വല്ലാതെ മോടി പിടിപ്പിക്കണത് ഞാനല്ലല്ലോ കാണുന്നത്, അത് പുറത്തുള്ളവർക്ക് കാണാനാ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ. അത് ആസ്വദിക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമുക്ക് വളരെ കുറച്ച് അതിൽ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളാണ്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് ആര് വിധിക്കുന്നില്ലയോ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അവരാണ് കാഫിരിങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ പേര് എന്താണ് എന്നുള്ളതൊന്നും ഇവിടെ അള്ളാഹു
പരിഗണിക്കുന്ന വിഷയമല്ല. അള്ളാഹുവിനെ റബ്ബായി, അള്ളാഹുവിനെ മലിക്കായി, അള്ളാഹുവിനെ ഇലാഹായി കാണുകയും അങ്ങനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് അയാളുടെ ജീവിതം മുഴുവൻ ആ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയിൽ ആവുകയും ചെയ്യുമ്പോഴേ അയാൾ മുസ്ലിം ആവുകയുള്ളൂ. അങ്ങനെ ഒരു സൊസൈറ്റീനെ മാത്രമേ മുസ്ലിം സൊസൈറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെയും കുറേ കാര്യങ്ങളും അങ്ങനെയാണ് വെച്ചെങ്കിൽ അതൊന്നും ഇസ്ലാമിക സമൂഹം എന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പം നമ്മളിപ്പോൾ അതൊക്കെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷേ പല സാഹചര്യങ്ങളാൽ നമ്മളിൽ നിന്ന് പല തെറ്റുകളും സംഭവിക്കുന്നു. അങ്ങനെ ഒരാളുള്ള കാഫിർ മുശ്രിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ആ വിശ്വാസിയിൽ നിന്ന് സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. അതിന് അതിൻ്റേതായ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ കാഫിർ മുശ്രിക്ക് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഈ സംഭവങ്ങളെ മുഴുവൻ തള്ളിക്കളയുന്ന അപ്പോൾ അള്ള ഉണ്ട് എന്ന് വിചാരിക്കാം. അള്ള ഉണ്ട് എന്നുള്ളതൊന്നും അയാൾ നിഷേധിക്കാൻ പോണില്ല. പക്ഷേ അള്ളാഹു ഞാൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ അള്ളാഹുവിന് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ കാഫറാണ്. അങ്ങനെയുള്ളവരാണ് ഈ കാഫിരീങ്ങൾ എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ട് വൻ പാപങ്ങൾക്കൊക്കെ കുഫർ എന്ന് അറബിലൊക്കെ പറയുമെങ്കിലും അങ്ങനെയുള്ളവരെ നമ്മൾ കാഫിരീങ്ങൾ മുശ്രിക്കീങ്ങൾ എന്നൊന്നും വിളിക്കില്ല. അത് വിശ്വാസികൾക്ക് പറ്റുന്ന തെറ്റ് മാത്രമായിട്ടാണ് കാണുക. ഇത് അങ്ങനെയല്ല. അതങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വിശ്വാസി മോഷണം നടത്തുന്നു, അയാൾക്കറിയാം അത് അള്ളാഹു വിലക്കിയതാണെന്നൊക്കെ. എന്നിട്ടും അത് എന്തോ കാരണത്താൽ അബദ്ധം കൊണ്ടോ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അയാൾ ചെയ്യുന്നു. അയാളൊന്നും കാഫിർ എന്നോ മുശ്രിക്ക് എന്നോ വിളിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വക്കീൽ ചെയ്തതുപോലെ എൻ്റെ ആ ധനം പങ്കുവെക്കുന്നതിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്താണെങ്കിലും, അദ്ദേഹം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ടെങ്കിലും, അദ്ദേഹം റമദാൻ മാസത്തിലും ഷഹബാനിലും ഒക്കെ നോമ്പ് നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കാഫിറാണ്. അത് കുഫറാണ്. അതാണ് നമ്മൾ ഖുർആൻ്റെ ഏറ്റവും അടിത്തട്ടിൽ തന്നെ കൊടുത്തിട്ട് ആ 3 വാക്കിൽ അത് കറക്റ്റാക്കുന്നത്. റബ്ബ്, മലിക്ക്, ഒന്ന് അള്ളാഹു ആണ് നൽകുന്നവൻ, പടിപടിയായി വളർത്തുന്നവൻ, വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ. മലിക്ക് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ജീവിക്കേണ്ട മുഴുവൻ നിയമങ്ങളും കൊടുക്കുന്നവൻ, അതാണ് മലിക്ക് രാജാവ്, ഇലാഹ്. ഈ 3 സംഭവങ്ങളുണ്ടല്ലോ, ഈ 3 സംഭവങ്ങൾ കൃത്യമായി അംഗീകരിക്കുന്നവരും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും രാജ്യമാണെങ്കിലും ഒക്കെ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ സംഭവം. ഇതല്ലാത്ത, അങ്ങനെ വിശ്വസിക്കാത്ത, അതല്ലെങ്കിൽ വിശ്വാസമുണ്ട് അങ്ങനെ പ്രവർത്തിക്കലൊന്നും എൻ്റെ ബാധ്യതയില്ല എന്ന് പറയുമ്പോൾ അവരാണ് കാഫിരീങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബഹുഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളെ നമ്മളൊന്ന് എടുത്തു നോക്കുക. എന്തായിരിക്കും അവർ, ഏത് നിർവചനത്തിലാണ് അവർ വരിക എന്ന് നമുക്കിങ്ങനെ കൃത്യമായി ആലോചിക്കാം. കാരണം കൃത്യമായ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ജീവിക്കുന്നത് നമ്മളെ പോലെയല്ല. കൃത്യമായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയവരാണ് അവർ. എന്നിട്ട് പോലും അതൊന്നും നടപ്പാക്കുന്നില്ലെങ്കിൽ അവർ ഏത് കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. വക്കത്തബിന, നാം എഴുതി, നാം നിയമമാക്കി അലൈഹിം അവർക്കുമേൽ. ആർക്കുമേൽ? ഈ യഹൂദർക്കുമേൽ അല്ലെങ്കിൽ ഈ വേദക്കാർക്കുമേൽ, അഹ്ലി കിതാബിൻ്റെ മേൽ. ഫീഹ, അതിലുണ്ട്, ആ തൗറാത്തിലുണ്ട്, ആ വേദത്തിലുണ്ട്, അന്നൻ നഫ്സ ബിൻ നഫ്സ്. ഇവിടെ നഫ്സ് എന്ന് പറയുമ്പോൾ ജീവൻ. ഒരു ജീവൻ ഹനിച്ചാൽ അതിന് പകരമായി മറ്റൊരു ജീവൻ. വൽ ഐന ബിൽ ഐനി, ഒരു കണ്ണ് നഷ്ടപ്പെട്ടാൽ അതിന് പകരമായി മറ്റൊരു കണ്ണ്, മറ്റവൻ്റെ കണ്ണ്. മൂക്ക് നഷ്ടപ്പെട്ടാൽ പകരമായി ആ അക്രമിയുടെ മൂക്ക്. വൽ ഉദുന ബിൽ ഉദുനി, ചെവി നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പകരമായി അക്രമിയുടെ ചെവി മുറിക്കുക. വസ്സിന്ന ബിസ്സിന്നി, പല്ലാണ് പോയതെങ്കിൽ അക്രമിയുടെയും പല്ല് കളയാം. വൽ ജുറൂഹ കിസാസുൻ, അതായത് ഏതൊരു പരിക്കിന്, ഏതൊരു മുറിവിന് സമാനമായ പരിക്ക് ഈ അക്രമിക്കും ചെല്ലും. അതാണ് കിസാസ് എന്ന് പറയാം. ഇതിനാണ് നമ്മൾ പ്രതിക്രിയ നിയമം പറയാം. ഈ പ്രതിക്രിയാ നിയമത്തിൽ ഫിൽ ഹയാത്തി കിസാസുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ ഈ കിസാസിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന്, അതാണ് ആ പറ്റിയിട്ടാണ് ഖുർആൻ പറയുന്നത്.
ഇതിനെ നമ്മളിപ്പോൾ കൊലക്ക് പകരം കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ വിമർശിക്കുന്നവർ ധാരാളം ഉണ്ടാവും. കാരണം ഇയാളെ കൊന്നു വെച്ചിട്ട് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിക്കും, ആ വക ന്യായങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഒരാൾ മറ്റൊരാളിനെ അന്യായമായിട്ട് കൊല്ലുമ്പോൾ, അതായത് അന്യായമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊലക്ക് ഒരു കൊല കൊല്ലണമെങ്കിൽ അത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതമായിട്ട് വരുന്ന സംഭവം. അങ്ങനത്തെ കൊലകളല്ലാത്ത എൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഒരാളെ കൊല്ലുമ്പോൾ അയാൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. പക്ക അന്നമ ഖത്തലന്നാസ ജമിയ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ താല്പര്യമാണ് അവിടെ വിഷയം. എൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ ആരെയും കൊല്ലും. അത് ഇപ്പോൾ താല്പര്യം എൻ്റെ അടുത്താണെങ്കിൽ ഇപ്പം എന്നേന്ന് കുറച്ച് കഴിഞ്ഞാൽ വേറൊരാളാവും. അതായത് ഒരാളുടെ ജീവനും ഭൂമിയിൽ പിന്നെ ഒരു ഗ്യാരൻറ്റിയും ഇല്ല. ഇയാളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അയാൾ നിൽക്കുക. ഇപ്പോൾ നമ്മളുടെ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ ഇല്ലേ, കൊട്ടേഷൻ സംഘങ്ങളുടെ വിഷയം എന്താ? ആളാരാന്നുള്ളതല്ലോ, അയാൾക്ക് കിട്ടണേ പൈസയാണ്. ആളാരാന്നുള്ളത് അയാളുടെ വിഷയമല്ല. അത് ആരായാലും കൊള്ളാം. അയാൾക്ക് പറ്റണമെന്നുവെച്ചെങ്കിൽ അയാൾക്ക് അതൊരു വിഷയമല്ല. അയാളുടെ സംഖ്യയാണ് അയാളുടെ വിഷയം. ഇതാണ് ഉണ്ടാകുക. ഇങ്ങനെ ആകുമ്പോൾ എന്താ ചോദിച്ചാൽ, ഇതിനെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിന് കൃത്യമായ കിസാസ് നിർണയിച്ചിട്ടില്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും എല്ലാവരും അങ്ങനെ മറന്നു കളയൊന്നുമില്ല. വ്യക്തികളുമായിട്ടല്ല, വ്യക്തികൾക്ക് ഇതൊന്നും ബാധകമല്ല. ഇത് അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, ഗവൺമെൻറ്റുകൾ ഇതിന് കൃത്യമായി, ഭരണകൂടങ്ങൾ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ആ പ്രതികാരം വ്യക്തികളിലേക്ക് നീങ്ങും. പിന്നെ വ്യക്തികൾ കൈകാര്യം ചെയ്യും, ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതിന് അവസാനം ഉണ്ടാവില്ല, ഇതിന് അവസാനം ഉണ്ടാവുകയില്ല. ഇപ്പം ഞാൻ പോയിട്ട് ഒരാളെ കൊല്ലുന്നതും ഗവൺമെൻറ് കൊല്ലുന്നതും ആളുകളുടെ മാനസികാവസ്ഥയിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും കോടതിയാകുമ്പോൾ അത് അർഹിക്കുന്നതാണെന്ന് വരും. കാരണം എന്താ വെച്ചാൽ അതിന് ആവശ്യമായ തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അത് പൊതുജന സമക്ഷമുണ്ടായിരിക്കും. നേരെ മറിച്ച് ഞാൻ പോയിട്ട് കൊല്ലുമ്പോൾ നിങ്ങൾക്കൊരഭിപ്രായമാവും, മറ്റാൾക്ക് വേറൊരു അഭിപ്രായമാവും. കാരണം ഇതിൻ്റെ സുതാര്യത ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് വ്യക്തികളും ഗ്രൂപ്പുകളും ഈ വക കാര്യങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യാനേ പാടില്ല. അത് കൃത്യമായും ഭരണകൂടത്തിൻ്റെ അണ്ടറിലുള്ളതാണ്. അതുകൊണ്ട് അതാണ് നിയമങ്ങൾ കയ്യിലെടുക്കാൻ ഒരു ഇസ്ലാമികമായി ആർക്കും അള്ളാഹു അനുവാദം നൽകുന്നില്ല. ഇത് എന്താ വെച്ചാൽ, നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ ബഹുസ്വര സമൂഹത്തിലൊക്കെ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം എന്താ ചോദിച്ചാൽ, ഇത് മറ്റുള്ളവരെ അറിയിപ്പിക്കലും. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരലാണ്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മൾ ഈ പ്രതികാരത്തിന് ഇറങ്ങി അത് എവിടെ എത്തില്ല. കാരണം ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇനി കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതികാരത്തിന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ കൃത്യമായി നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ലെബനാനിൽ നടന്ന സംഭവം എന്താ? ഏതെങ്കിലും ഒരു ഇസ്രായേലി ഭടൻ ആ നാട്ടിലേക്ക് പോയിട്ടില്ല. അതായത് യുദ്ധങ്ങളുടെ ഇങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ ഗതി തന്നെ ആകെ മാറുക. ഇനിയിപ്പോൾ ഈ AI എന്ന് പറയുന്ന സാധനമൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഭരിക്കാൻ തുടങ്ങുന്നത്. AI ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഈ ലോകത്തുണ്ടാകുക? മനുഷ്യൻ എന്ന് പറയുന്ന ഈ സാധനത്തിന് തന്നെ വല്ല പ്രസക്തി ഉണ്ടോ? ഇപ്പോൾ ഒരു AI റോബോട്ട് വന്നിട്ട് ഇന്നെ വെടിവെച്ച് കൊന്നാൽ ഞാൻ ആരെ പിന്നെ വെടിവെച്ച് കൊല്ലുക? നിങ്ങളെന്ന് പറഞ്ഞേ, ഞാൻ ആരെ വെടിവെച്ച് കൊല്ലുക? റോബോട്ടിനെ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യാൻ പറ്റുമോ? അതായത് കാര്യങ്ങൾ ആകെ തകിടം മറിയുന്നു. അതായത് ലോകം മനുഷ്യന് പിടിച്ചാൽ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവാണ്. അതിന് നമ്മൾ വിചാരിക്കണമായിരുന്നു നൂറ്റാണ്ടുകളൊന്നും വേണ്ട. അത് ഈ AI സാങ്കേതിക വിദ്യയൊക്കെ വളരുക എന്ന് പറഞ്ഞ് എത്രമാത്രം വേഗത്തിലാണെന്നറിയോ? നമ്മൾ വേറെ ഒരു ലോകത്തിലേക്ക് എടുത്തെറിയുക. എന്താ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം എന്ന് ചോദിച്ചാൽ, ഈ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നബിമാരുടെയും ഒക്കെ നിയമങ്ങളിൽ നിന്ന് നമ്മൾ പറിച്ചെറിയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്കിത് പിടിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കിനിയിപ്പോൾ ഈ ലോകം വേറൊരു ലെവലിൽ നിന്ന് നന്നാവൂ അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു ലെവൽ കണ്ടിട്ട് നമ്മളെ അതിൻ്റെ സാധ്യത ഒന്നും കാണില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. പരലോകത്ത് നമുക്ക് വിജയം നേടാൻ കഴിയും, ഭൂമിയിൽ നമുക്ക് ഒന്നും പറ്റിയില്ലെങ്കിലും. അപ്പോൾ അതിനു വേണ്ടി നമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമുക്ക് സാധ്യമായ രംഗത്തൊക്കെ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കൃത്യമായൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോവുക. വേറെ നമ്മുടെ മുന്നിൽ മാർഗമൊന്നുമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളറിയാതെ വാച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള ഉറപ്പാണ്. ഒരു പേജർ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഈ പരിപാടി ഉണ്ടായത്. പേജറൊക്കെ നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല.
പക്ഷെ അതിൽ പോലും അവർക്കത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇസ്രായേലിന് മാത്രം പറ്റുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ നാളെ ഇസ്രായേലിൽ ഇതേ പരിപാടി ഉണ്ടാക്കാൻ വേറൊരു കൂട്ടർക്കും പറ്റും. ഇത് ഒരു കൂട്ടരെ മാത്രം ബാധിക്കില്ല, ഇത് ലോകത്തിനെ മൊത്തം ബാധിക്കുക. ഏത് രാഷ്ട്രത്തലവന്മാരെ വേണമെങ്കിൽ എപ്പോഴും എവിടെ വെച്ചും കൊല്ലാമെന്നുള്ളത് പോലെയാണ് കാര്യങ്ങൾ. വലിയ സംഭവമാണ് ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ആയത്തുകളെ ഈ നിയമങ്ങളെയൊക്കെ വെക്കാൻ. ഈ അവരും പറയുന്നത് പോലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് പോലെയല്ല. ഇത് ലോകത്തിൻ്റെ മുഴുവൻ ക്രമത്തെ തന്നെ തകിടം മറിക്കുന്ന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ വിട്ടുപോയതാണ്. മനുഷ്യ സമൂഹം ഇതിൽ നിന്ന് വിട്ടുപോയതാണ്, താല്പര്യങ്ങൾക്ക് പുറകെ പോയതാണ്. അതിനൊക്കെ തടയിടുന്നവരായിരുന്നു ഈ റബ്ബാനിമാരും ഈ അഹ്ബാറുകളും എന്നൊക്കെ ഈ പറയുന്ന ഇവർ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ മുതലെടുക്കുന്ന കൂട്ടർ അവരായി മാറി. അതാണ് സംഭവം. ഫമൻ തസദ്ദഖ ബിഹി, ആരെങ്കിലും അതിനെ സദക്ക ചെയ്താൽ, ഏതിനെ, ഈ കിസാസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒരാളെ കൊന്നു, ആ ആൾ അത് സദക്ക ചെയ്യുക, എനിക്ക് പ്രതികാരം ചെയ്യേണ്ട, ഞാനത് വിട്ടു തന്നിരിക്കുന്നു വരെ, അതാണ് സദക്ക. ഫമൻ തസദ്ദഖ ബിഹി, അതിനെ ആരെങ്കിലും സദക്ക ചെയ്താൽ ഫഹുവ കഫാറത്തുൽ ലഹു, അത് അവന് കഫാറത്താണ്. ഈ ലഹു എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇത് ഈ മർദ്ദിനതനാണ്. മർദ്ദകനുണ്ട്, മർദ്ദിതനുണ്ട്. മർദ്ദിക്കപ്പെട്ട ആളാണ് ഈ ലഹു എന്ന് പറയുന്നത്. അപ്പം എന്താ ചോദിച്ചാൽ, അവൻ സദക്ക ചെയ്യുമ്പോൾ അവന് അള്ളാഹുവിൽ നിന്ന് പാപമോചനമുണ്ടാകുന്നു. അത് അങ്ങനെയാണ് അർത്ഥം വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് വേറൊരു സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിനുള്ള പ്രോത്സാഹനം കൂടിയാണ്, ഈ മാപ്പ് കൊടുക്കാനുള്ള പ്രോത്സാഹനം കൂടിയാണ്. വേറൊരു കൂട്ടർ പറയുന്നത് ഈ മർദ്ദകനാണ്. അതായത് മർദ്ദകനാണ് ലഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു എത്രയൊക്കെ അർത്ഥസാധ്യത ഒരു വാക്കിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും അത് മുഴുവൻ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും അതിലുണ്ട്. അപ്പോൾ ഈ പ്രതിക്കാണ് ഈ ലഹു എന്ന് ഉദ്ദേശിക്കുകയെന്ന് വെച്ചെങ്കിൽ പ്രതിക്ക് പിന്നെ പ്രതിയുടെ മുകളിൽ പിന്നെ ഗവൺമെൻറ്റിന് കൈവക്കാൻ പറ്റില്ല. ഇയാൾ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അതിൻ്റെ അവകാശി അയാൾ മാത്രമാണ്. ഒരു പ്രതിക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ആൾ ആ ആക്രമിക്കപ്പെട്ട ആളാണ്, അയാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. കൊല്ലപ്പെട്ടവനാണെങ്കിൽ അവരുടെ അവകാശികൾക്കും വേറെ ആർക്കും അതിൻ്റെ മുകളിൽ വന്നിട്ട് കൈ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ അയാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കഫാറത്ത് ആയി. അതിൻ്റെ മുകളിൽ ഇനി ഗവൺമെൻറ്റിന് വേറെ നടപടി എടുക്കാനൊന്നും പറ്റില്ല, അയാൾക്ക് മതിയായ കഫാറത്തായി എന്നാണ്. വമല്ല യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയത് കൊണ്ട് ആര് വിധിച്ചില്ലയോ ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നേരത്തെ പറഞ്ഞത് ഉലൈക ഹുമുൽ കാഫിറൂൻ, ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഉലൈക ഹുമുൽ ഫാസിഖൂൻ. കണ്ട, അതായത് ഒന്ന് കാഫിറാണ്, അയാൾ തത്വത്തിലും പ്രയോഗത്തിലും നിഷേധിക്കുന്നവനാണ്. തത്വത്തിൽ അംഗീകരിച്ചിട്ടാലും പ്രയോഗത്തിലില്ലെങ്കിൽ എന്താകുമ്പോൾ ഗുൽമാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ക്രമം തെറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. ഇനി ഫാസിക്കാവുമ്പോൾ എന്താ ഉണ്ടാകുക? ഫാസിക്കാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നു, മദ്യപാനം ചെയ്യുന്നു, അയാൾ ഈ സംഭവത്തിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്നുള്ളതാണ്. വ്യക്തിപരമായി തന്നെ വിശ്വാസത്തിൽ നിന്നും അതിൻ്റെ പ്രയോഗത്തിൽ നിന്നും ഒക്കെ തെറിച്ചു പോകും. ഇതൊക്കെ ഇങ്ങനെ പടിപടിയായി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ. ഇതിൻ്റെ ഏറ്റവും സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് തന്നെയാണ്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക, അള്ളാഹുവിനെ മലിക്കായി അംഗീകരിക്കുക, അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കുക. ഈ മൂന്ന് സംഭവങ്ങളും നമ്മൾ വിശ്വാസത്തിലും അങ്ങനെ വേണം, അതിൻ്റെ പ്രയോഗത്തിലും അങ്ങനെ തന്നെ വേണം. വിശ്വാസത്തിലുണ്ടായി പ്രയോഗത്തിലില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും, അതായത് ഭൂമിയിൽ ഏത് ഫലവും നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. വിശ്വസിച്ച് വിചാരിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല. അത് വിശ്വാസമായിട്ട് അവിടെ കുത്തിരിക്കാമെന്നല്ല, അത് പരലോകത്തിലൊക്കെ അതിന് ചിലപ്പോൾ വാല്യൂ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഭൂമിയിൽ ഈ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തനത്തിനാണ് ഫലമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ നമ്മൾ എത്രമാത്രം പാലിക്കുന്നുവോ അത്രക്കാണ് ഫലം. എത്രമാത്രം നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുന്നോ അപ്പോഴൊക്കെ ഈ ഭൂമി അതിൻ്റെ
ക്രമം തെറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ എന്ന് പറയുന്നത് ഏറെക്കുറെ അതിൻ്റെ ഒരു 99% നമ്മൾ നിൽക്കുന്നത്. അതിനെ നമുക്ക് ആയിട്ട് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തെ എന്താക്കാൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അത് ഭൂമിയിൽ ഒരാളാണെങ്കിലും ആ പരിപാടി പറ്റും. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.